Hi friends, welcome to Vignu's kitchen. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കുഴിയില്ലാത്തൊരു കുഴിമന്തിയാണ്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ഈ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തുടർന്നിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ കുഴിമന്തിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ബിരിയാണി റെസിപ്പീസ് ട്രൈ ചെയ്യുന്നതാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണ് കുഴിമന്തിയുടേത്. കാര്യം ഞാൻ മുന്നേ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോഴും നല്ല ടേസ്റ്റാണ്. നമുക്ക് സാധാ ബിരിയാണിക്കിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്യാതിരിക്കരുത്. അത്രയ്ക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇതിനകത്തുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു മീഡിയം സൈസ് സവാളയും ഒരു 5 പച്ചമുളക് കൂടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ക്യാപ്സിക്കം, ഇതിപ്പം യെല്ലോ കളറിലാണ് ക്യാപ്സിക്കമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ഗ്രീൻ കിട്ടുവാണെങ്കിൽ അതെടുക്കുക. ഒരു ഫുള്ളായിട്ടുള്ള ക്യാപ്സിക്കമാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ടൊമാറ്റോയാണ്. ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ചിക്കൻ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 500 ഗ്രാം ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഗ്രാമ്പു ഇടുക, ഒരു 5-6 എണ്ണം. പട്ട ചെറുതായിട്ട് പൊടിച്ചതാണ്, 5-6 പീസ്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഒരു 5-6 എണ്ണം. കുറച്ച് പെപ്പർ പൗഡർ, 1/2 ടീസ്പൂണിന് വേണ്ടി പൗഡർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചെറുതായിട്ട് വേണം ക്യാപ്സിക്കം അരിയാനായിട്ട്, അതും കൂടി ഇതിലേക്ക് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി അരിഞ്ഞു വെച്ചിരുന്നതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുക. നല്ല ചെറുതായിട്ട് വേണം തക്കാളി ആയാലും ക്യാപ്സിക്കം എല്ലാം അരിയാനായിട്ട്. കുറച്ച് പച്ചമുളക്, 4-5 പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണ് ആഡ് ചെയ്യുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂണിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പെരിഞ്ജീരകമാണ്, അപ്പോൾ അതും കൂടെ ഞാൻ ആഡ് ചെയ്യുക. ഒരു 1/2 ടീസ്പൂണിന് വേണ്ടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് മാഗിയുടെ ക്യൂബാണ്. അപ്പോൾ 1 ക്യൂബ് ഞാനിവിടെ പൊടിച്ചാണ് ആഡ് ചെയ്യുന്നത്. കുറച്ച് ഗരം മസാല ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു 5-6 ഏലക്കായ. ഗരം മസാല 1/4 ടീസ്പൂണിന് വേണ്ടി ആഡ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുതിനയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഒരു 8-9 ഇതൾ, ഒരു 2-3 പീസ് മല്ലിയില കട്ട് ചെയ്തത് ചെറുതായിട്ട്. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. നന്നായിട്ട് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിന് വേണ്ടി ഫുഡ് കളർ ആഡ് ചെയ്യുക. ഫുഡ് കളർ ആഡ് ചെയ്യണം നിർബന്ധമില്ല, ഇല്ലയെന്നുണ്ടെങ്കിൽ ചിക്കൻ ഒരുമാതിരി ഒരു വെള്ള കളറിലിരിക്കും, അതാ ഫുഡ് കളർ ആഡ് ചെയ്യുന്നത്. ബട്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വെക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ആഡ് ചെയ്യുക. നമ്മൾ ആ മസാലയെല്ലാം ആഡ് ചെയ്തത് ഒന്ന് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഫുള്ളായിട്ട് മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂർ ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാം. ഞാനിവിടെ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്യുക. ഒരു 2 ടേബിൾ സ്പൂണിന് വേണ്ടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണിന് വേണ്ടിയിട്ട് ഗീ, അരിഞ്ഞു വെച്ചിരുന്ന സവാള ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുക. പച്ചമുളക് 6 എണ്ണം ഫുള്ളായിട്ടാണ് ഇടുന്നത്.
പട്ട ചെറുതായിട്ട് പൊടിച്ചത് ഒരു 6 എണ്ണം, ഗ്രാമ്പു ഒരു 5-6 എണ്ണം, എല്ലാം കൊണ്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് കപ്പിന് 4 ഗ്ലാസ് റൈസ് ഇവിടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്നതാണിത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കണം. ഒരു അരമണിക്കൂറിന് കുക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് ഒരു അരമണിക്കൂറിന് നമ്മൾ വെള്ളത്തിൽ വെച്ചേക്കണം. വേറൊരു പാനിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പട്ടയും കുറച്ച് ഏലക്കായും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട്. ഉള്ളി എന്തായി നോക്കാം. അപ്പോൾ അതൊന്ന് വഴണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുഴിമന്തി ചെയ്യാനായിട്ട് ചിക്കനും റൈസും ഹാഫ് കുക്കാക്കി വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ രണ്ടും നമ്മൾ ഒരേ ടൈം കുക്ക് ചെയ്യണം. ചിക്കനായാലും റൈസായാലും നമ്മൾ ഒരേ ടൈം കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം. നമ്മൾ റൈസിൽ കുറച്ച് ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇതിപ്പോൾ വെള്ളം ചൂടായി വന്ന വെള്ളത്തിലേക്കാണ് ഞാൻ റൈസ് ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് ഇപ്പോൾ തിളയ്ക്കുന്നുണ്ട്. വെന്ത് പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ചിക്കൻ എന്തായെന്ന് നോക്കാം. ചിക്കൻ കണ്ട അതിന് ആ വെള്ളമെല്ലാം നന്നായിട്ട് ഊറി വരുന്നുണ്ട് ചിക്കനിൽ നിന്ന്. ഇതിലേക്ക് ഞാൻ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂണിന് വേണ്ടി വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. റൈസ് ഇപ്പോൾ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഞാനത് ഇതേപോലെ ഒരു ഇതിൽ പാത്രം വെച്ചിട്ടാണ് വെള്ളം വറ്റിച്ചിട്ട് അതേ സെയിം ടൈമിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫുൾ റൈസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് വെള്ളം എല്ലാം ഒരുപാടൊന്നും അങ്ങ് പോക്കണമെന്നില്ല. ആ ഒരു ഇതിൽ തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടി ആഡ് ചെയ്യുക. ഇനി ഞാൻ ഇവിടെ ഒരു ക്യാപ്സിക്കം, 2 ചെറിയ പീസ് ക്യാപ്സിക്കം, ഒരു 3-4 ടൊമാറ്റോയും കൂടി ഇതേപോലെ ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കാര്യം കുഴിമന്തിക്ക് വേണ്ടത് നമ്മുടെ ചാർക്കോളിൻ്റെ ആ ഒരു സ്മെല്ലാണ്. കരിയുടെ ഒരു സ്മെല്ലാണ്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ബൗളിനകത്ത് എടുത്തിട്ട് ചാർക്കോൾ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ടൊമാറ്റോ ഒക്കെ ഒന്ന് ബേൺ ചെയ്ത് വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ ആ ഒരു കരിയുടെ സ്മെല്ല് കിട്ടാൻ നമുക്ക് അടച്ച് വെച്ച് വേവിക്കുന്നതിന്. ഇതിലേക്ക് കുറച്ച് മുളക് ഇതേപോലെ കുത്തി വെച്ചിട്ടോ 7 ഇതേപോലെ സ്മെല്ല് കിട്ടാൻ വേണ്ടി. പ്രത്യേക സ്മെല്ലായിരിക്കും മുളകിൻ്റെ. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് വയ്ക്കാം. ഇത് നമ്മൾ ഫസ്റ്റ് ഒരു 5 മിനിറ്റ് നല്ല ഹീറ്റിലും, അത് കഴിഞ്ഞിട്ട് ഒരു 30 മിനിറ്റോളം നമ്മൾ മീഡിയത്തിനും ലോയ്ക്കും ഇടയ്ക്ക് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ടോട്ടൽ ഒരു 40 മിനിറ്റ്സോളം എടുക്കും.
ഇതാ കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിന് ഉള്ളിൽ വെച്ചിരിക്കുന്ന മുളകെല്ലാം ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കാം. നമ്മൾ ഇട്ടിരുന്ന ടൊമാറ്റോയും ക്യാപ്സിക്കം വേണമെങ്കിൽ മാറ്റാം നിങ്ങൾക്ക്, മാറ്റിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമുക്കിപ്പം അടിയിലോട്ട് ചിക്കനൊക്കെ വെന്താന്ന് നോക്കാം. റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ കോരി വേറെ പ്ലേറ്റിലോട്ട് മാറ്റുക. കണ്ടോ, അടിയിൽ നിന്നുള്ള റൈസൊക്കെ കണ്ടോ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ലൊരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ റൈസ് ഒന്ന് വേവിച്ച് വരുമ്പോഴത്തേക്കും. നമുക്ക് ഒത്തിരി റൈസ് കഴിക്കണമെന്ന് തോന്നും, പക്ഷെ നമ്മളെ കൊണ്ട് അത്രയൊന്നും കഴിക്കാൻ പറ്റത്തില്ല മസാലയുടെ ഇത് വെച്ച്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നിങ്ങളും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രത്യേക റെസിപ്പിയാണിത്. അതിൽ നമ്മൾ ആ മസാലയൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല അതിനകത്ത്. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.